ചൊവ്വാഴ്ചത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണേ. വൈകുന്നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് പറയാൻ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നു കേട്ടോ. ആ കുട്ടിക്ക് എന്നും ഇവിടെ വരാനേ നേരമുള്ളൂ. ഞാൻ പറഞ്ഞു ഇതോടുകൂടി ഇവിടേക്കുള്ള വരവ് നിന്നു കേട്ടോ, കഴിഞ്ഞു, എൻ്റെ ഫ്ലിപ്കാർട്ടിലെ ഓർഡർ കൊടുത്തതൊക്കെ കഴിഞ്ഞു പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദുവിനുള്ള ഗിഫ്റ്റാണ് കേട്ടോ അത്. ഇപ്പോൾ കണ്ടോ, ജൂൺ മാസമായിട്ടും നല്ല വെയിലാണ് ഇവിടെയൊക്കെ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? ഈ മഴക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ, പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ്. ഇപ്പം 2 ദിവസമായിട്ട് വെയിൽ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ വെള്ളം നിറച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട് വേദുവിനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. 3 മണിയായി. അപ്പോൾ 3 മണിക്കാണ് വേദുക്കുട്ടൻ വരിക. അവൻ എന്താ പറയുക, അവൻ ഇങ്ങനെ പോകുമ്പോഴും ഇപ്പോൾ കരയണമൊന്നുമില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ച് വരിക. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ മക്കളിങ്ങനെ ഓരോ പടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ വളർന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതാ ഏട്ടൻ വന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അവന് തന്നെ ഇറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടോ. കുറേ ചോദിക്കുക, കുറേ നമ്മൾ പറയില്ല, അവനറിയില്ല, ചിലവരുടെ പേരൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അമ്മമ്മ ഇതുവരെ അവനെ കൊണ്ടാക്കിയിട്ടില്ല, കൊണ്ടുവരാനും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ പറയും ഒരു ദിവസത്തേക്ക് പോകണം എന്ന് പറയുകയാണേ. അപ്പോൾ ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് അവ എടുത്ത് വെച്ചു. അതുപോലെ കുടയൊക്കെ സ്ഥാനത്ത് വെക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൊരു വീഡിയോയിൽ, അതൊക്കെ അവൻ കറക്റ്റ് ചെയ്യും. ഇപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുടയൊക്കെ ശരിക്കും വെക്കും. അപ്പോൾ അമ്മ പറയായിരുന്നു അവിടെ വെച്ചാൽ മതി, അമ്മമ്മ കയറ്റി വെച്ചോണ്ട്. അപ്പോൾ ഞാൻ പറയും ബാലവാടി വിട്ട് വന്നാൽ കയ്യും കാലൊക്കെ കഴുകി കിട്ടോ പറയൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീ കണ്ണടച്ചിരിക്കുക, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു കേട്ടോ. ഞാൻ എന്ത് സർപ്രൈസാ അങ്ങനെ കേട്ടോ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, നീ കണ്ണടക്കിയേ പറഞ്ഞപ്പോൾ അവനെ കൊടുത്തപ്പോൾ തന്നെ അവനെ മനസ്സിലായി. ഞാൻ ചോദിച്ചു ഇത് എന്താ ചോദിച്ചപ്പോൾ ബാറ്റും ബോളും അല്ലേന്ന്. കാരണം അവനറിയാം അവനത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവനറിയാം അവനെ വേണ്ട സാധനങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ എപ്പോഴൊന്നുമില്ല കേട്ടോ, അത് എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മമ്മ പൊട്ടിച്ചേരാമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയുടെ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് പൊട്ടിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ബേബി വന്നിട്ട് പൊട്ടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട്. അവൾക്ക് ഈ അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ വരണ വരെ ഇവൻ നിൽക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അവൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അവൾ തന്നെയല്ലേ പൊട്ടിക്കാറ്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവന് അത് ആദ്യം തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ വേഗം പൊട്ടിച്ചോളൂ, അവൻ കണ്ടോട്ടെ. അപ്പോൾ ബാറ്റ് ഉണ്ട്, ബോളുണ്ട്, പിന്നെ ഇങ്ങനെ ഷട്ടിൽ കളിക്കില്ല അതുണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോട്ടനാണ് അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തോ എന്ന് പറഞ്ഞു തന്നിട്ട് എന്നോട്. അപ്പം ഞാനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയില്ല കേട്ടോ. അവൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ മുന്നേ ഇതുപോലെ ഒരു കളിപ്പാട്ടം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കളിക്കും കേട്ടോ. കുറേ നേരമൊക്കെ ഈ ബാറ്റും ബോളും അവനെ നമ്മൾ ബുഗയിലാവുമ്പോൾ കുറേ അവനൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ബാറ്റും ബോളും കൊണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നില്ല, അത് അവിടെ വെച്ചു, മറന്നുപോയി. അതൊക്കെ ഞങ്ങളുടെ ആ ബുഗ്ഗയത്തെ കടയത്തെ ഒരു ചേട്ടനാണ് കേട്ടോ കൊടുത്തത്. ഞങ്ങൾ ഇന്നും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയായിരുന്നല്ലോ, ആ കടയത്തെ ചേട്ടൻ അവനെ കളിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. അതുകൊണ്ട് അവൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവനെ നാട്ടിൽ വന്നാലും ഒരു ബാറ്റും ബോളും വാങ്ങി കൊടുക്കണം എന്ന് കേട്ടോ. അപ്പോൾ അവൻ അന്ന് ആദ്യത്തെ ദിവസമൊക്കെ ബാലവാടിക്ക് പോകുമ്പോൾ കരയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിത്തരാമെന്ന്. അങ്ങനെ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു നല്ല വെളിച്ചെണ്ണയിൽ. അയിലമീൻ വറുത്തിട്ടുണ്ടായിരുന്നേ, അതിൽ ചോറിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരും കഴിച്ചൊന്നുമില്ല. എന്നാൽ അവനെ ബാലവാടി വിട്ട് വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്, ആ ചോറ് കാണുമ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവൻ കാണിക്കുന്നത് അവൻ ബാലവാടിയിൽ നിന്ന് ചോറ് കഴിക്കും പറഞ്ഞിട്ടോ. അല്ലാത്ത സംഭവങ്ങളൊന്നും അധികം കഴിക്കുന്നില്ല അവൻ ബാലവാടിയിൽ നിന്ന്. അപ്പം അവൻ തന്നെയാണ് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു അവൻ അമ്മ വായേ തരുമോ ചോദിച്ചു. ഞാൻ പാവല്ലേ ചുട്ട് കൊടുത്താണ് കേട്ടോ. എന്നും അവൻ തന്നെയാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ മീനിൽ നല്ല മുള്ളും ഉണ്ട്, പിന്നെ സൂക്ഷിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അവൻ ഫുള്ള് കഴിച്ചു കേട്ടോ. അപ്പോൾ അവന് നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ അമ്മ കട്ടൻ ചായയും അതുപോലെ തന്നെ രാവിലത്തെ കുഴക്കട്ടയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നു വീഡിയോ എടുക്കുമ്പോൾ പറയണം കേട്ടോ, ഒന്നും പറയാതെ ഒന്നും വീഡിയോ എടുക്കരുത് കേട്ടോ അമ്മ പറയണത്. അപ്പോൾ അവൻ്റെ കളിപ്പാട്ടമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ അവൻ്റേതായി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കപ്പേരിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചക്ക പറിച്ചപ്പോൾ അത് പഴുത്തത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആയില്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മളതിൽ വിജയിച്ചു. നല്ല പച്ച ചക്ക തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അമ്മ ഒരു കഷ്ണം എടുത്തിട്ട് ഉപ്പേരിക്ക് വേണ്ടി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നല്ല ചക്കപ്പേരി കഴിക്കാമല്ലോ. പിന്നെ ഇതെന്താ നോക്കണമെന്ന് വെച്ചാൽ അടുത്ത വീട്ടിൽ JCB വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും വീട് പണികളാണല്ലോ. അപ്പം JCB പറഞ്ഞാൽ അവനെ പ്രാന്താണ്. അവനൊരു JCB ഉണ്ട് കേട്ടോ, ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. അത് കുറേ കാലമായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ഇത് അവൻ്റെ കുതിര കേട്ടോ. ഈ കുതിരയിൽ എന്തൊക്കെയോ വിക്രസ് കാട്ടിയിട്ട് ആ ചെണ്ട കുതിരയിൽ കുടുക്കി വെച്ചിരിക്കുക. അത് എടുക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു എടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് അവനോട്. ഇങ്ങനെ ഓരോ വിക്രസ് കാണിച്ചാൽ പിന്നെ അതിലേ നടക്കുള്ളൂ.
അപ്പോൾ അതാ ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിങ്ങനെ തട്ടിക്കളിക്കാൻ നല്ല രസമാണ് കേട്ടോ 2 പേർക്കും കൂടിയിട്ട്. പിന്നെ 4:40 ആയപ്പോൾ ബേബി വന്നേ. കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേദു ഓടിച്ചെന്ന് പറയണ ബേബി ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിനക്കുള്ള സർപ്രൈസ് അല്ല കേട്ടോ, വേദുവിനുള്ള സർപ്രൈസ് ആണെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എടി നിനക്ക് എന്തൊക്കെ വാങ്ങി തരുന്നുണ്ട്, അവനെ ഒന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല, എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ളൂ. അപ്പോൾ അവൾ ചോദിക്കും ഇതാണ് അപ്പോൾ ബാറ്റും ബോളൊന്നും. ഞാൻ പറഞ്ഞു അല്ലടി വേറെ ഉണ്ട്, അതവിടെ മാറ്റി വെച്ചിരിക്കാവെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ ഷോക്കേസിൻ്റെ മുകളിലൊക്കെയാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇന്നേക്കും കളിക്കാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയാണ് ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വേദുട്ട മേലൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. ബാലവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് അവൻ 7:30 ആകുമ്പോഴേക്കും ഉറങ്ങും. ബേബി പഠിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ TV കാണുകയാണ് കേട്ടോ. 7:30 ആകുമ്പോഴേക്കും അവരുടെ എല്ലാ പഠിപ്പൊക്കെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.